blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ സ്പെഷ്യൽ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ ഒരൊറ്റ സന്ദേശം, ഗോഡ് ഈസ് യുവർ പ്രൊട്ടക്ഷൻ. ദൈവമാണ് നമ്മുടെ സംരക്ഷകൻ. ആ ഒരു സന്ദേശം എല്ലാ ദിവസവും ഓരോ ഭാഗങ്ങളായി നിങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറാകുക. ആദ്യമേ നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കും. ഒരുപക്ഷെ അവർക്ക് ഇപ്പോഴേ സ്കൂളിലേക്ക് പോകുവാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ കാണും. അതുകൊണ്ട് എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുന്നൂരിൽ നിന്നും മാത്യു ജേക്കബ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ 50th ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മാത്യു ജേക്കബ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് മാത്യു ജേക്കബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൻ്റെ പുതിയ പ്രോജക്റ്റിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. തൻ്റെ വൈഫ് അപ്പുവിനായി പ്രാർത്ഥിച്ച് സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും നിൻ്റെ മകളുടെ മേൽ ചൊരിയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. മനിക്കയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എക്സാം 2nd സെമസ്റ്ററിൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട് അങ്ങ് നൽകണമേ. ടാനിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 9th സ്റ്റാൻഡേർഡിൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട് അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, മുഴുവൻ കുടുംബത്തിൻ്റെയും സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ കർത്താവ് അടുത്ത സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള റോയ് ജോസഫിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ അടൂരിലുള്ള ആ പ്രോപ്പർട്ടി സെയില് നടക്കുവാൻ, മറ്റൊരു ഭവനം കോട്ടയത്ത് വാങ്ങുവാൻ കർത്താവെ അങ്ങിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ റോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th സ്റ്റാൻഡേർഡിൽ ബോർഡ് എക്സാമിൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട് അങ്ങ് നൽകണമേ. പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയമായ ഒരു സംരക്ഷണം അവരുടെ മേൽ വരുവാൻ, നല്ല ആരോഗ്യം അവർക്കുണ്ടാകുവാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇന്ന് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് എക്സാം എഴുതുന്ന കുട്ടികൾ അവരുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സോ എഴുതുന്ന പെന്നോ ബുക്സോ ഒക്കെ കയ്യിലെടുത്ത് നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, ഈ സമയത്ത് ഇന്നത്തെ എക്സാം എഴുതുവാൻ തയ്യാറായി നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിനിക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എഴുതുന്ന എക്സാം അവർ കഴിഞ്ഞ മാസങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തു, കഴിഞ്ഞ മണിക്കൂറുകൾ കൂടുതൽ പ്രിപ്പയർ ചെയ്തു. കർത്താവെ, അതെല്ലാം ഓർമ്മയിൽ വരുവാൻ, ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ശരിയായ രീതിയിൽ ഉത്തരം എഴുതി നല്ല മാർക്കും ഗ്രേഡും സ്കോർ ചെയ്യുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ യാത്രയിൽ അങ്ങ് കൂടിയിരിക്കണം. ഏത് വാഹനത്തിൽ സഞ്ചരിച്ചാലും കർത്താവ് കൂടിയിരിക്കണമേ. ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന ആ സമയങ്ങളിൽ, മണിക്കൂറുകളിൽ പ്രത്യേകമായി ശാരീരികമായും മാനസികമായും നല്ല ബലം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരു വലിയ ജയം ഇന്നത്തെ എക്സാമിൽ അഡ്വാൻസായി
കർത്താവ് പ്രഖ്യാപിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സോ ബെസ്റ്റ് വിഷസ് സ്റ്റുഡൻസ്, ഗോ ആൻഡ് റൈറ്റ് യുവർ എക്സാം pretty well. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോഡ് ഈസ് യുവർ പ്രൊട്ടക്ഷൻ. ദൈവമാണ് നിങ്ങളുടെ സംരക്ഷകൻ എന്നുള്ള ആ സന്ദേശ പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ്. കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ നൽകപ്പെട്ട ഒരു സന്ദേശമാണ് ഇത്. തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ ഉള്ളുറപ്പും വിശ്വാസവും ധൈര്യവും നൽകുവാൻ ഈ സന്ദേശത്തെ, ഈ വചനത്തെ കർത്താവ് ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ സെർമൺ നോട്ട് കീപ്പർ ഉണ്ടെങ്കിൽ അതെടുത്ത് ഹെഡിങ് എഴുതി വളരെ സിസ്റ്റമാറ്റിക്കായി വചന ശുശ്രൂഷയുടെ ആ ഭാഗങ്ങളെല്ലാം എഴുതി, ഇലസ്ട്രേഷൻസ് അടക്കം എഴുതി കീപ്പ് ചെയ്യുക. കർത്താവ് ഈ വചന ശുശ്രൂഷയിലൂടെ തുടർന്നും നിങ്ങളോട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. ഇതിന് ശേഷം വളരെ അത്ഭുതകരമായി യേശു കർത്താവ് പ്രവർത്തിച്ച ഒരു മിറക്കിൾസ് ടുഡേ ടെസ്റ്റിമണി നിങ്ങൾ കാണും. അതിനുശേഷമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ സമയത്തെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് പോകാം. The God of the Bible promises to protect you. ദൈവവചനത്തിലെ അല്ലെങ്കിൽ ബൈബിളിലെ ദൈവം നൽകുന്ന വാഗ്ദാനം ഇതാണ്: അവൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. Because he is your father. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ നിങ്ങളുടെ പിതാവാണ്. And not only that, he is able to protect you. അതുമാത്രമല്ല, അവൻ നിങ്ങളെ സംരക്ഷിക്കാൻ സർവശക്തനാണ്. Our God is not a weak, sickly, lean, thin God, but our God is a mighty God. നമ്മുടെ ദൈവം എന്നുള്ളത് അശക്തനായ, ബലഹീനനായ, തീരെ മെലിഞ്ഞ ഒരു ദൈവമല്ല. മറിച്ച് നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ ശക്തിയുള്ളവനാണ്. Shout a big hallelujah to ഒരു വലിയ ഹല്ലേലൂയ യേശുവിന് പറയാമോ? We don't have security guards or black cats or white cats. നമുക്ക് കാവൽ ഭടന്മാരെ പോലുള്ള ബ്ലാക്ക് കാറ്റ്സും വൈറ്റ് കാറ്റ്സും ഒന്നും നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും നടക്കാനില്ല. But we are always living under God's protection. എന്നാൽ ഓർക്കുക, ദിവസത്തിന്റെ 24 മണിക്കൂറും നാം വസിക്കുന്നത് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഉള്ളിലാണ്. And this protection is offered only for the VIPs. For even the smallest child of God, this protection is offered and available. എന്നാൽ ഓർക്കുക, ഭൂമിയിലുള്ള സുരക്ഷിതത്വം സംരക്ഷണ വലയം പോലെയല്ല. സ്വർഗത്തിലെ സംരക്ഷണ വലയം എന്നുള്ളത് VIP-കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആ ദൈവരാജ്യത്തിലെ ഏതൊരു കൊച്ചു കുഞ്ഞിനും, ഏതൊരു കൊച്ചു വിശ്വാസിക്കും ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. Shout a healthy hallelujah. സംരക്ഷണം അറിഞ്ഞിട്ടുള്ളവർ കൈകൾ ഉയർത്തി ഒരു കൊഴുത്ത ഹല്ലേലൂയ പറയാമോ? If police could protect us, how much more God can protect us? ഒരു പോലീസിന് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് തവണ ദൈവത്തിന് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. Genesis chapter 15 and verse number 1. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. After this, the word of the Lord came to Abram in a vision. Do not be afraid, Abram. I am your shield, your very great reward. അനന്തരം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി: അബ്രാമേ, ഭയപ്പെടരുത്, ഞാൻ നിന്റെ പരിച, നിന്റെ അതിമഹത്തായ പ്രതിഫലം. Today we are Abraham's children. ഇന്ന് നാം അബ്രഹാമിന്റെ മക്കളാണ്. And we inherit the same protection. അതേ ആ സംരക്ഷണമാണ് ഇന്ന് നമുക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ളത്. God says, I am your shield. ദൈവം അവിടെ പറയുകയാണ്, ഞാൻ നിന്റെ പരിചയാകുന്നു. A shield will protect you from the attacks of the enemy when they shoot arrows at you, or when they try to attack you with a sword. This shield can protect you. ഓർക്കുക, പരിച എന്നുള്ളത് അത് ഒരു വ്യക്തിക്ക് നേരെ എതിരെ ആക്രമണം, അത് അമ്പെയ്ത്തിന്റെ ആക്രമണമാണെങ്കിലും ഒരു വാളുകൊണ്ടുള്ള ആക്രമണമാണെങ്കിലും ആ വ്യക്തിയെ സംരക്ഷിക്കുന്ന കാര്യമാണ് പരിച എന്നുള്ളത്. God says, I am your shield. ദൈവം പറയുകയാണ്, ഞാനാണ് നിന്റെ പരിച.
Hallelujah. Hallelujah. Meaning, God can protect you from any attacks of any enemy. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന് ഏതൊരു വലിയ ശത്രുവിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ പരിച കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. In Abraham's life, he had many enemies. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒത്തിരി ശത്രുക്കൾ ഉണ്ടായിരുന്നു. But God was his shield and he protected his life and everyone belonged to him. നോക്കുക, അബ്രഹാമിന് കൂടിയുള്ളവർക്കുമുള്ള പരിചയായിട്ട് ദൈവം ഈ ശത്രുക്കളുടെ മുൻപാകെ ദൈവം തമ്പുരാൻ തന്നെ അബ്രഹാമിന് വേണ്ടി നിന്നു. Take the case of Joshua. യോശുവയുടെ കാര്യം എടുത്തു നോക്കൂ. Joshua was the successor of Moses. മോശയുടെ പിൻഗാമിയായിരുന്നു യോശുവ എന്നുള്ളത്. Joshua chapter number 1 and verse number 5. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിൽ, No one will be able to stand against you all the days of your life. As I was with Moses, so I will be with you. I will never leave you nor forsake you. യോശുവ 1:5, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. If you are a child of God, this is for you. നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ ഇത് നിങ്ങളോടുള്ള വാഗ്ദാനമാണ്. No one will be able to stand against you all the days of your life. അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിവർന്നു നിൽക്കുകയില്ല. Shout a high voltage amen. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു വലിയ ആമേൻ പറഞ്ഞാല്. Till you die and till you fly away, no man, no woman can stand against you. വിശ്വസിക്കണം, നീ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ നീ പറന്നു പോകുന്നത് വരെ ഒരുത്തനും നിനക്കെതിരെ നിവർന്നു നിൽക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ആമേൻ. Hallelujah. Hallelujah. Then God said, as I was with Moses, so I will be with you. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. Can I prophesy something to ഞാൻ you? ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പ്രവചിക്കട്ടെ. As God was with men of the old, the prophets, the theocratic kings, and the men of faith, God will be with you in this generation today. ഓർക്കുക, പഴയ നിയമത്തിൽ പ്രവാചകന്മാരായിരുന്ന വ്യക്തികൾ, രാജഭരണത്തിന് കീഴിലുണ്ടായിരുന്ന രാജാക്കന്മാർ, ദൈവിക അഭിഷക്തന്മാർക്ക് സംരക്ഷണ മതിലായി ദൈവം അവരുടെ കൂടെ ഇരുന്നതുപോലെ പുതിയ നിയമത്തിൽ ഈ 2014 അതേ ദൈവം നിന്നോട് കൂടെയുണ്ട്. Then God said, എന്നിട്ട് ദൈവം അവിടെ പറയുന്നു, I will never leave you nor forsake you. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. You may leave me, but I will not leave you. ദൈവം അവിടെ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, നിങ്ങൾ ഒരു പക്ഷെ എന്നെ വിട്ടുപോയെന്നിരിക്കും, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകുകയില്ല. I cannot tell lies like you because I am not a man. ഓർക്കുക, മനുഷ്യൻ, ഞാൻ നുണ പറയാൻ ഞാൻ ഒരു മനുഷ്യനേ അല്ല. That's what God says. അതാണ് ദൈവം പറയുന്നത്. Many a time we take good decisions and many of these decisions are lies. ഓർക്കുക, പലപ്പോഴും നാം നല്ല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, ഈ തീരുമാനങ്ങൾ പലതും നുണയാണ്. In the New Year service, Lord, all this year I will pray for 2 hours every morning. കർത്താവേ, ഇന്ന് ഞാൻ തീരുമാനിക്കുന്നത് എല്ലാ ദിവസവും ഇന്ന് മുതൽ 2 മണിക്കൂർ സമയം ഞാൻ പ്രാർത്ഥിക്കും. You will not even pray for 2 days. ഒരു 2 ദിവസം പോലും 2 മണിക്കൂറിന്റെ പ്രാർത്ഥന നടത്തൂല. So we take a lot of decisions which are lies. നമ്മൾ ഇതുപോലെ എടുക്കുന്ന ഒത്തിരി തീരുമാനമുണ്ട് പുതുവത്സരത്തിൽ, പലതും ഒക്കെ നുണയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ദൈവം നിന്നെ പോലെ ഒന്നുമല്ല. ദൈവം നിന്നെ പോലെയൊന്നുമല്ല.
ദൈവം നിങ്ങളെ പോലെയല്ല. ദൈവം നിങ്ങളെ പോലെയല്ല. God cannot tell lies. ദൈവത്തിന് ഒരിക്കലും നുണ പറയാൻ സാധ്യമല്ല. When he says I will never leave you nor forsake you, he means it. ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെയാണ്, അതിലൊരു നുണയുമില്ല. പ്രാർത്ഥന കുറച്ച് കുറഞ്ഞാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല, കാരണം പറഞ്ഞുപോയി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ എന്ന് വെച്ച് പ്രാർത്ഥനയൊന്നും കുറക്കണ്ട, എന്ന് വെച്ച് പ്രാർത്ഥനയൊന്നും കുറക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സഹോദരിയുടെ പേര് സുധ അജി എന്നാണ്. കോതമംഗലത്തെ ഒരു സ്കൂളിൽ അധ്യാപികയാണ്. 4 വർഷത്തിലധികമായി ഈ സഹോദരി തൈറോയിഡിന് വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. 2 മാസം മുമ്പ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് ഗ്രന്ഥിയിൽ 2 ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 4 സെന്റിമീറ്ററോളം വലിപ്പമുള്ള 2 മുഴകൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ കാണുന്നു, അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഈ ചെറിയ ചെറിയ ഗ്രോത്ത് വരുന്നതിൻ്റെ കാരണം അത് ക്യാൻസറിലേക്കുള്ള ഒരു വഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് സർജറി ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസറായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. കോതമംഗലത്തുള്ള ഒരു പ്രശസ്ത ഹോസ്പിറ്റലായിരുന്നു ആ ചികിത്സ നടത്തിയത്. അതിനുശേഷം ഈ സഹോദരി ചെയ്തെന്ന് വെച്ചാൽ ഉടനെ ഓടി പത്തടിപ്പാലത്ത് ബ്ലെസ്സിങ് സെന്ററിലേക്ക് ഓടി വന്നു. ഇവിടെ അന്ന് ഞായറാഴ്ച ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ സഹോദരി ദൈവദാസന്റെ ഡാമിയൻ ബ്രദറിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഡാമിയൻ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ അനുഭവിച്ചത് മതി, നിന്റെ രോഗം കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം വീണ്ടും ടെസ്റ്റിന് പോകേണ്ട ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിസ്റ്റർക്ക് പേടിയായി. അവിടെ നിന്നും നേരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രിസ്ക്രിപ്ഷൻ മാറ്റി. അവിടെ ടെസ്റ്റിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടും ആദ്യത്തെ റിസൾട്ടും എല്ലാം ഡോക്ടർ എടുത്ത് നോക്കി. രണ്ടാമത് ഈ സഹോദരി പറഞ്ഞ ആ സിസ്റ്റം എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഡോക്ടർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടർ റിസൾട്ടും സഹോദരിയുടെ മുഖത്തും തൊണ്ടയിലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നല്ലാതെ ഒന്നും പറയുന്നില്ല. അപ്പൊ സഹോദരി വിചാരിച്ചു വീണ്ടും ഇത് രോഗം വർദ്ധിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ പറയുന്നത് പോലത്തെ ഒരു രോഗമൊന്നും ഞാൻ കാണുന്നില്ല. ഒത്തിരി ടെസ്റ്റുകൾ അവിടെ വെച്ച് ചെയ്തു, പക്ഷെ ഒന്നിൽ പോലും ഒരു നേർ വര പോലും ആ രോഗത്തിൻ്റെതായിട്ട് കണ്ടില്ല. മുഴുവൻ രോഗവും യേശു കർത്താവ് എടുത്തു മാറ്റി. അങ്ങനെ ഒരു സിസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു ഗ്രോത്ത് ഇല്ല. സിസ്റ്റർക്ക് സർജറി വേണ്ട. അപ്പൊ സിസ്റ്റർ ചോദിച്ചു, ഇനി ഞാൻ സ്കാൻ ചെയ്യണോന്ന് ചോദിച്ചു. സ്കാനിങ്ങിന്റെ ആവശ്യമില്ല, പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി. അതും വിശ്വാസം പോരാഞ്ഞിട്ട് ലൂർദ് ഹോസ്പിറ്റൽ തൈറോയിഡിന്റെ അവിടെ ചെന്ന് വീണ്ടും ടെസ്റ്റ് നടത്തി പറഞ്ഞു, എന്റെ സിസ്റ്ററെ സന്തോഷത്തോടു കൂടി പോ, ഇത് മുഴുവനും ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ ഒരു രോഗവും ഈ ശരീരത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. പല സ്ഥലത്തും ടെസ്റ്റ് നടത്തി അല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് 3 ഹോസ്പിറ്റലുകളിൽ നടത്തി, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ വളരെയധികം സന്തോഷവതിയാണിപ്പോൾ. ഹല്ലേലൂയ. 3 സ്ഥലത്തൊക്കെ ടെസ്റ്റ് നടത്തി. കാരണം തോമസ് ലീഗയുടെ അടുത്ത അനന്തരവരാണ് നമ്മളെന്നങ്ങ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. 3 സ്ഥലത്ത് ടെസ്റ്റ് നടത്തി താൻ ഉറപ്പിച്ചു കർത്താവ് യേശു തന്നെ സൗഖ്യമാക്കി കഴിഞ്ഞുവെന്ന്. ഹല്ലേലൂയ. എത്ര പേർ ചേർന്നൊരു വലിയ ഹല്ലേലൂയ പറയാം. ഇനി ഈ രോഗം വരില്ല സിസ്റ്ററെ, ഒരിക്കലും വരില്ല. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ദേശത്തെങ്ങും നിൽക്കുക കേട്ടോ. ഒരുമിച്ച് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഈ മകൾക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, അങ്ങയുടെ വിടുതലിനായി നന്ദി, അങ്ങ് ഈ മകളെ മാനിച്ചതിനായി നന്ദി. കർത്താവെ, അനേകരുടെ നടുവിൽ ഒരു സാക്ഷിയാക്കി ഈ മകളെ നീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് ഉള്ളിൽ വിശ്വസിക്കുക, ഇത് എൻ്റെ ദിവസമാണ്. ദിസ് ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് സ്പെഷ്യലി മെയ്ഡ് ഫോർ മീ ആൻഡ് ഐ എം ഗോയിങ് ടു റിജോയ്സ് ഇൻ ഇറ്റ്. ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് വിടുതൽ നൽകും, രോഗസൗഖ്യം നൽകും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഏത് മേഖലയിലും പ്രവർത്തിക്കുവാൻ, എവിടെയും കടന്ന് വരുവാൻ യേശുവിന് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് മുറി ഭദ്രമായി അടച്ച് ഭയന്ന് വിറച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വാതിൽ പോലും തുറക്കാതെ അകത്ത് പ്രവേശിച്ച്
നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞെങ്കിൽ എവിടെ ആർക്കും കടക്കാനാവാത്ത പ്രശ്നങ്ങളുടെ അകത്തും അല്ലെങ്കിൽ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ജീവിതങ്ങളുടെ അകത്തും പ്രവേശിച്ച് സമാധാനത്തെ നൽകുവാൻ ഉയർത്തെഴുന്നേറ്റ യേശുവിന് സാധിക്കും. ഇപ്പോൾ വിശ്വസിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ത്രോട്ട് ക്യാൻസർ മൂലം വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അവസ്ഥ വളരെ വളരെ ദാരുണമാകാം. പക്ഷേ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വിവിധമായ ഭീകരമായ രോഗങ്ങളിൽ വല്ലാതെ വിഷമിക്കുന്നവരെ, കുടലിനകത്ത് പഴുപ്പ് ബാധിച്ച് കുടലിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയണം എന്ന് പറഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ, അതുപോലെ ഷുഗർ വർദ്ധിച്ചിട്ട് ശരീരത്തിലെ ചില ഭാഗങ്ങൾ കൈയോ കാലോ വിരലോ ഒക്കെ മുറിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുള്ളവർ, ഇന്ന് വിശ്വസിക്കാമോ? കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾക്ക് അടിമകളായി വേദന അനുഭവിക്കുന്ന, ഒരു ഭാഗത്തൂടെ സാമ്പത്തികം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ചികിത്സയ്ക്ക് വേണ്ടി പലതും വിറ്റും ലോണെടുത്തും കടം വാങ്ങിയും ഒക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളിൽ, കണ്ണുനീര് തോരാത്ത ഭവനങ്ങളിൽ യേശുവിൻ്റെ വലിയ സമാധാനവും വിടുതലും രോഗസൗഖ്യവും അത്ഭുതവും ഇപ്പോൾ പ്രവേശിക്കട്ടെ. കിടന്ന കിടപ്പിൽ കിടക്കുന്ന ചില കുടുംബനാഥന്മാർ, ഇനിയും തുടർന്നൊരു ജീവിതമുണ്ടോ, ഇനിയും ജോലിക്ക് പോകാൻ കഴിയുമോ, കുടുംബം പുലർത്താൻ കഴിയുമോ എന്നൊക്കെ വിചാരിക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നു. റോബർട്ട് എന്ന് പറയുന്നൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. നിങ്ങൾക്ക് ആ കിടക്കുന്ന കിടപ്പിൽ ചാടി എഴുന്നേറ്റ് ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. അതുപോലെ പെട്ടെന്നുള്ളൊരു രോഗസൗഖ്യം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ പുകവലി, സിഗരറ്റ്, അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള പലതും സ്മോക്ക് ചെയ്ത് ലങ്സിനൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. TB പോലെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് മാറിപ്പോകുന്നു. താങ്ക് യു ഫാദർ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. ആസ്മ രോഗം വിട്ടുമാറട്ടെ. എയ്ഡ്സ് രോഗം, HIV പോസിറ്റീവായത് യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവാകട്ടെ. അടുത്ത അതിൻ്റെ ടെസ്റ്റിൽ യേശുവിൻ്റെ നാമത്തിൽ അത് നെഗറ്റീവായുള്ള റിപ്പോർട്ട് കയ്യിൽ വരട്ടെ. അതുപോലൊരു സൗഖ്യം നടക്കട്ടെ. സ്കിൻ ഡിസീസുകൾ, അലർജികൾ സൗഖ്യമാകട്ടെ. സൊറായസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ ദാമ്പത്യ ജീവിതത്തെ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് പൈതങ്ങൾ പിറക്കട്ടെ. താങ്ക് യു ജീസസ്. ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറിപ്പോകട്ടെ. ഒത്തിരി രോഗസൗഖ്യങ്ങൾ കൂട്ടമായി നടക്കുന്ന ഞാൻ കാണും. പല വീടുകളിലകത്തേക്ക് രോദനം, ഭയങ്കരമായ കരച്ചിലുയരുന്ന ഭവനങ്ങളുടെ അകത്തേക്ക് ദൈവികമായൊരു വിടുതൽ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ പ്രവേശിച്ച് വിടുതലുണ്ടാകുന്ന ഞാൻ കാണുന്നു. ചില ശരീരങ്ങളിൽ ഐ ഫീൽ ഇറ്റ് ഇൻ മൈ സ്പിരിറ്റ്. ചില ശരീരങ്ങളിൽ ഭയങ്കരമായൊരു ചൂട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ ചൂടോടുകൂടെ ആ ചൂട് വിട്ടു മാറുമ്പോൾ അതോടെ രോഗവും നിങ്ങളെ വിട്ടു മാറിയിരിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, ചില വ്യക്തികൾക്ക് ഭയങ്കരമായി ദാഹം ഉണ്ടാകുന്നു വെള്ളം കുടിക്കാൻ. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പക്ഷേ അതോടുകൂടെ രോഗം മാറിയിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് പറയും. ചില മുഴകൾ, ബ്രസ്റ്റിലുള്ള മുഴകൾ സൗഖ്യമാകട്ടെ. നട്ടലിനെ ബാധിച്ചിരിക്കുന്ന ചില പ്രത്യേക രോഗങ്ങൾ, ഡിസ്കുകൾ തെറ്റിയത്, അതുപോലെ ഡിസ്കിനകത്തെന്തോ വളർന്നത്, പഴുപ്പ് ബാധിച്ചത്, നട്ടലിൽ പഴുപ്പ് ബാധിച്ചത് ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ഒത്തിരി രോഗസൗഖ്യങ്ങൾ ഇങ്ങനെ സ്പിരിറ്റിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിതെല്ലാം പറഞ്ഞ് നമ്മുടെ എപ്പിസോഡിന് ലിമിറ്റുണ്ട്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയും. ഇൻ ജീസസ് നെയിം ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച ഷൊർണൂരിലാണ്. വെള്ളിയാഴ്ച ഷൊർണൂരിലാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം കോയമ്പത്തൂർ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു.
ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്രമല്ല നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള ഒത്തിരി പുസ്തകങ്ങൾ, DVD-കൾ ഇതെല്ലാം ആവശ്യമുള്ളവർ, നിങ്ങൾക്ക് സ്ക്രീനിൽ പലതും കാണുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോഴും നിങ്ങൾക്കിത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ ആഴ്ച മുഴുവൻ ഒരൊറ്റ സന്ദേശം പല ഘട്ടങ്ങളായി നിങ്ങൾ കാണുകയാണ്, കേൾക്കുകയാണ്. അതുകൊണ്ട് ഒരു എപ്പിസോഡ് പോലും വിട്ടുപോകരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ബന്ധുമിത്രാദികളോടെല്ലാം നിങ്ങൾ പറയണം. അത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ചെയ്യാവുന്ന ഒരു വലിയ കാര്യമായിരിക്കും. God bless you. See you tomorrow. Bye-bye. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: രോഗം നടിച്ചു കിടന്ന ഒരു രാജകുമാരൻ ആര്? ദ പ്രിൻസ് ഹു പ്രിറ്റൻഡഡ് ടു ബി ഇൽ. ഓപ്ഷൻസ്: എ ഹീറാം, ബി അബ്ശലോം, സി ദാവീദ്, ഡി അമ്നോൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിങ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.